ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് പോകുന്ന വീഡിയോ കണ്ടാലോ. ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തുനിന്ന് എല്ലാവരും ഉണ്ട്, പ്ലസ് ഞങ്ങളുടെ കൂടെ കല്യാണിയും ഉണ്ട്. ഞങ്ങൾ അന്തശ്ശേരി കളിക്കാൻ പോണേ. എല്ലാരും ഹായ് പറഞ്ഞു. ഹായ് പറ. ഡ്രൈവറാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ വൺ ഡേ ഇരുന്ന് എല്ലാവരും കൂടെ അന്താശ്ശേരിയൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചാണ് ആറന്മുള അമ്പലം വരെ പോയത്. അപ്പൊ നമുക്ക് അന്താശ്ശേരി പാട്ടൊക്കെ പാടുന്ന കണ്ട് അങ്ങോട്ട് പോയല്ലോ. മേനി നോക്കുന്നു നിന്റെ കണ്ണിൽ ഇനി അടുത്ത അക്ഷരം മാ വെച്ച അഞ്ജന പാട്ട് പാടണ്ട. അഞ്ജന പാടടി. പാടാ പാട്ടൊന്നും ഇപ്പൊ മായി വരുന്നില്ല. മുല്ല ഓണം മുറ്റത്തെ മുല്ലേ ചെല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നിട്ടും ആരാരോ ആ വെച്ച് പാടിക്ക്. ആ വെച്ച് പാടുകളാണ് നിങ്ങൾ രണ്ടുപേരും. നിർത്തിക്കേ. ഞാൻ നടക്കിരിക്കുന്നോണ്ട് ഇവരെ രണ്ടുപേരും ദൂരത്തില് കണ്ടുകൊണ്ട് പാടിയില്ല. അമ്മ വേറെ ഞാൻ ചേച്ചി കണ്ടുകൊണ്ട് പാട്. കണ്ടു കണ്ടില്ല കേട്ടു കേട്ടില്ല കൊച്ചു പൂമടിയായി പൂമഴയായി പൊന്നോമന കിന്നാരത്തിന്റെ ഒന്നും കിട്ടുന്ന വരി കാ വെച്ച് ഞാനാണോ പാടേ? കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പുലരിയില് പൂ വരെ അറിയത്തില്ല. നമ്മള് പൂ അഞ്ജനക്ക് പൂ ഗൈസ്. അഞ്ജന പാടിക്കോ. പാ വെച്ച് പാടാം. പച്ചപ്പാനന്ദത്തെ പുന്നാരപ്പൂമുത്തെ പുന്നല്ലിൻ പൂങ്കരളേ സിക്കു നീ എന്റെ കൊച്ചു വാഴത്തോപ്പിൽ ഉള്ളുകൊണ്ടുപോകാനല്ലോ. അടുത്ത അഴക് വെച്ചിട്ട് ആതിര ആൻഡ് കല്യാണി പാടുന്ന നിങ്ങളുടെ അടുത്തിരുന്നു എന്നെ അത് കാണുന്നു. ആ വെച്ച് ഇഷ്ടം പോലെ പാട്ട്. രാധിക പറഞ്ഞത് ഇതുവഴി വല്ലതും വന്ന് കയറുന്ന വഴിയാണോ? അത് തന്നെ, ഇവിടെ വന്ന് കയറുവായിരുന്നു. അല്ലേ വന്ന അത്ര തിരക്കില്ല. വെച്ചൊരു പാട്ട് ഹരിവരാസനം. ആ കല്യാണിയുടെ അങ്ങനെ ഗൈസ്, കല്യാണിക്ക് ഞങ്ങൾ ആ ആശനം കൊടുത്ത് കല്യാണി ആര്യവരാസനം പാടി പാട്ട് നിർത്തി. ഞങ്ങൾ അന്താശ്ശേരി അവിടെ കൊണ്ട് നിർത്തി. അങ്ങനെ നമ്മൾ ആറന്മുള അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ആറന്മുള അമ്പലത്തിൽ ഓരോ കരക്കാരെയും വള്ളപ്പാട്ട് പാടി സ്വീകരിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ 3-4 വള്ളസദ്യയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കടപ്പുറ വള്ളത്തിന്റെ സദ്യയാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ സ്വന്തം കടപ്പുറ വള്ളത്തിന്റെ വള്ളസദ്യയാണ് ഇന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വള്ളസദ്യ കണ്ടാലോ. നമുക്ക് അവിടെ നിൽക്കാം. നിങ്ങൾ
അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് വള്ളസദ്യക്കുള്ള കൂപ്പണൊക്കെ കിട്ടി. ഞങ്ങളവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ വള്ളത്തിന്റെ ചേർന്നൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും അടുത്ത് കയറി വള്ളസദ്യയൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിട്ട് വള്ളസദ്യയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ കുറെ ഫോട്ടോ ഒക്കെ, പിന്നീടുള്ള വീഡിയോകളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങള് പിന്നെ ചെറുത് വെച്ച് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അമ്പലത്തിലെല്ലാം കയറി തൊഴുത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചും മടങ്ങി. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. വേറെ എന്തെങ്കിലും കല്യാണ ചേച്ചി